നമസ്കാരം. 20 മണ്ഡലങ്ങളിൽ റീപോളിംഗ്, അതായത് കോൺഗ്രസിന് മുന്നിൽ ഒടുക്കം ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തലകുനിക്കുകയാണ്. വളരെ നിർണായകമായിട്ടുള്ള ചില ചോദ്യങ്ങൾ കോൺഗ്രസ് ഉന്നയിച്ചപ്പോൾ ഇപ്പോൾ ഉത്തരം മുട്ടുന്ന കമ്മീഷനെയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. മഹാരാഷ്ട്രയുടെ കാര്യത്തിലാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ കോൺഗ്രസുമായിട്ട് ചർച്ചയ്ക്ക് നീങ്ങുന്നത്. മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ കമ്മീഷന് കോൺഗ്രസ് ഉന്നയിച്ച കാര്യങ്ങൾ തീർച്ചയായിട്ടും പരിശോധിക്കേണ്ടതായിട്ട് വരുമ്പോൾ ഹരിയാനയുടെ കാര്യത്തിലും ഒരു തീരുമാനം എടുക്കേണ്ടതായിട്ട് വരുന്നതായിരിക്കും. കാരണം ചുരുക്കം ചില സീറ്റുകളുടെ വ്യത്യാസത്തിൽ മാത്രമാണ് ഹരിയാനയിൽ കോൺഗ്രസിന് ഭരണം നഷ്ടപ്പെട്ടിരിക്കുന്നത്. അവിടെയാണ് 20 മണ്ഡലങ്ങളിൽ അട്ടിമറി നടന്നിട്ടുണ്ട് എന്ന് വിദഗ്ധർ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. വോട്ട് രേഖപ്പെടുത്തിയതിനു ശേഷം ദിവസങ്ങൾ കഴിഞ്ഞ് പുറത്തെടുത്ത EVM-ൽ 99% ചാർജ് എന്നത് അതൊരിക്കലും സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ഇതടക്കമുള്ള ക്രമക്കേടുകൾ രേഖാമൂലമാണ് ജയറാം രമേശ് അന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷന് നൽകിയത് തന്നെ. എന്നാൽ അന്ന് ഇതെല്ലാം തന്നെ പുച്ഛിച്ച് തള്ളിയ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ BJPയെ അധികാരത്തിലെത്തിക്കുകയായിരുന്നു. കർഷക സമരങ്ങൾ, കായിക സമരങ്ങൾ ഒക്കെ തന്നെ ഇപ്പോൾ അരങ്ങ് വാഴുമ്പോൾ BJP സർക്കാരിനെതിരെ ശക്തമായിട്ടുള്ള രീതിയിലുള്ള പ്രതിഷേധമാണ് കാണാനായിട്ട് ഉണ്ടായിരുന്നത്. പല മണ്ഡലങ്ങളിലും BJP നേതാക്കളെയും അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെയും ഒക്കെ തന്നെ നാട്ടുകാർ ആട്ടിപ്പായിക്കുന്നതും ഇതേ ഹരിയാനയിൽ നമ്മൾ കണ്ടതാണ്. പക്ഷേ എന്നിരുന്നാൽ പോലും വോട്ടെണ്ണലിൻ്റെ അവസാന മണിക്കൂറുകൾ എത്തിയപ്പോൾ വിജയിച്ച് മുന്നേറുന്ന BJP, അതും പെട്ടെന്ന് ഒറ്റ കുതിപ്പിൽ സീറ്റുകൾ ഓരോന്നും നേടിയെടുക്കുന്ന BJP ആയിരുന്നു പിന്നെ നമുക്കിവിടെ കാണാൻ സാധിച്ചത്. അതല്ലാതെ വിജയിക്കാൻ ആവശ്യമായ യാതൊരു രീതിയിലുള്ള രാഷ്ട്രീയ സാഹചര്യവും പരിസരവും ഒന്നും തന്നെ ഹരിയാനയിൽ BJPക്ക് ഉണ്ടായിരുന്നില്ല. അതേസമയം ഹരിയാനയിൽ വിജയിച്ചതിൻ്റെ ഒറ്റ ബലത്തിലാണ് അടുത്ത ഹൃദയഭൂമി, ഹിന്ദി ഹൃദയഭൂമിയായിട്ടുള്ള മഹാരാഷ്ട്രയിൽ ഇപ്പോൾ മിന്നും പ്രകടനം കാഴ്ചവെക്കാനായിട്ട് BJPക്ക് സാധിച്ചത്. എന്നാൽ നിന്ന നിൽപ്പിൽ 75 ലക്ഷത്തോളം വോട്ടാണ് അവസാന മണിക്കൂറിൽ EVM-ൽ പതിഞ്ഞത്. പക്ഷേ അത്രയും വോട്ട് അത് എവിടെ നിന്ന് വന്നു, എത്ര പെട്ടെന്ന് വന്നു എന്നതിന് യാതൊരു കയ്യും കണക്കുമില്ല. അതുമാത്രമല്ല, 4 മാസങ്ങൾക്ക് മുൻപേ നടന്ന തെരഞ്ഞെടുപ്പിൽ അന്നില്ലാതിരുന്ന 47 ലക്ഷത്തോളം അധിക വോട്ടുകൾ വോട്ടർ പട്ടികയിൽ അധികമായിട്ട് കാണാനും സാധിച്ചു എന്നതും ഞെട്ടിക്കുന്നതാണ്. പോളിംഗ് ശതമാനം അത് അവസാന നിമിഷത്തിലും രാത്രിയിലുമൊക്കെ തന്നെ ക്രമാതീതമായിട്ട് ഉയരുകയായിരുന്നു. എന്തിനേറെ പറയണം, 118 നിയമസഭാ മണ്ഡലങ്ങളിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് 25,000-ലേറെ കൂടുതൽ വോട്ടുകൾ വരികയും ചെയ്തു. തീർച്ചയായിട്ടും ഈ ഒരു വർധനവ് അത് അത്ഭുതാവഹമാണ്. ഇതിൽ 102 മണ്ഡലങ്ങളിലും മഹായുതി സഖ്യമാണ് ജയിച്ചത്. ഇത് വളരെ ഗൗരവമേറിയ സംശയത്തിന് പോലും ഇടയാക്കുകയും ചെയ്തിട്ടുണ്ട്. ഇത്തരത്തിലുള്ള കാര്യങ്ങളാണ് തെളിവുകൾ എവിടെ എന്ന് ചോദിച്ച കമ്മീഷന് മുന്നിലേക്ക് ഇപ്പോൾ കോൺഗ്രസ് അക്കമിട്ട് നിരത്തിയിരിക്കുന്നത്. ഏതായാലും ഈ ചോദ്യങ്ങൾക്ക് മുന്നിൽ ഉത്തരമുട്ടിയ കമ്മീഷൻ ഇവയെല്ലാം കൃത്യമായി പരിശോധിക്കാമെന്ന് ഉറപ്പ് നൽകേണ്ടി വന്നിരിക്കുകയാണ്. ഇത്തരത്തിൽ മഹാരാഷ്ട്രയുടെ കാര്യത്തിൽ ഒരു നീക്കുപോക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഹരിയാനയിൽ 20 മണ്ഡലങ്ങളിൽ റീപോളിംഗ് നടത്തേണ്ടി വരുമെന്ന കാര്യത്തിലേക്കും ഇവയെല്ലാം തന്നെ വിരൽ ചൂണ്ടുന്നുണ്ട്. എല്ലാ ദിവസവും വാർത്തകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക. വാർത്തകളുടെ നോട്ടിഫിക്കേഷനായി ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക. Please subscribe our channel.